ഒരു കഥ പറയാം. കാറ്റ് പണ്ട് സൂര്യനെ വെല്ലുവിളിച്ചു. ചങ്ങാതി, നീയാണോ ഞാനാണോ കൂടുതൽ ശക്തൻ? സൂര്യൻ പറഞ്ഞു, ഞാൻ തന്നെ. കാറ്റ് പറഞ്ഞു, അതെങ്ങനെ? 24 മണിക്കൂറും ഞാനിവിടെയുണ്ട്. നിന്നെ 12 മണിക്കൂറേ കാണാറുള്ളൂ. പിന്നെ എങ്ങനെ നീ ശക്തനാവുന്നത്? സൂര്യൻ പറഞ്ഞു, ഞാൻ തന്നെ ശക്തൻ. തമ്മിൽ തർക്കമായി. അവസാനം അവരൊരു ധാരണയിലെത്തി. നമുക്കൊരു പന്തയം വെക്കാം. താഴെ അതാ ഭൂമിയിൽ ഒരു മനുഷ്യൻ, അയാളൊരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. അയാളെ കൊണ്ട് ആ ഷർട്ട് അഴിപ്പിക്കണം. ഇതാണ് പന്തയം. ഓക്കെ, സൂര്യൻ സമ്മതിച്ചു. പിന്നെ കാറ്റ് പറഞ്ഞു, എൻ്റെ ഊഴം ആദ്യം. ഓക്കെ, സമ്മതിച്ചു. കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി. താഴെ ഭൂമിയിലുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. കാറ്റ് പിന്നെയും ശക്തിയായി വീശാൻ തുടങ്ങി. ഷർട്ട് ഏകദേശം ശരീരത്തിൽ നിന്ന് കീറിപ്പറിഞ്ഞു പോകുമെന്നുള്ള അവസ്ഥയായപ്പോൾ ആ മനുഷ്യൻ ഭൂമിയിൽ കമിഴ്ന്നു കിടന്നു. കാറ്റ് പഠിച്ച പണി 18 നോക്കിയിട്ടും കഴിഞ്ഞില്ല. അങ്ങനെ കാറ്റ് തോറ്റ് പിന്മാറി. സൂര്യനോട് പറഞ്ഞു, ഇനി നിൻ്റെ ഊഴം. സൂര്യൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. അങ്ങോരുടെ വോൾട്ടേജ് ഒന്ന് കൂട്ടി, ചൂടൊന്ന് കൂട്ടി. അതാ ആ മനുഷ്യൻ താനേ ഷർട്ട് അയാൾ വേഗം അഴിച്ചു. എന്താണ് കഥയുടെ രത്നച്ചുരുക്കം? ഒരു മനുഷ്യനെ കൊണ്ട്, ഒരാളെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ ആദ്യമായി അതിന് അയാളിൽ ഒരാഗ്രഹം ജനിപ്പിക്കണം. അതാണ് ഈ കഥയുടെ രത്നച്ചുരുക്കം. എന്താണ് ഇത് ഈ കഥയ്ക്ക് ഇപ്പോൾ പ്രസക്തി? സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. വീടുകളിലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷം, കളിച്ചിരിയുടെയൊക്കെ അന്തരീക്ഷം മാറാൻ പോവുകയാണ്. ഇനി രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ട ധൃതിയിലുള്ള ജോലികൾ, വൈകിട്ട് അവരുമായി മല്ലിട്ട് അവരെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്ന യുദ്ധങ്ങൾ, അങ്ങനെ വീട്ടിലെ പ്രത്യേകിച്ച് അമ്മമാർക്ക് ഇനി മുന്നിൽ വരാനുള്ളത് കഠിനമായ ദിവസങ്ങളാണ്. എന്താണ് നമ്മൾ മക്കളോട് പറയാറുള്ളത്? പഠിക്ക്, പഠിക്ക്, പഠിക്ക്. ഇതാണല്ലോ കുട്ടികളോടുള്ള മുദ്രാവാക്യം. എന്തിനു പഠിക്കണം? നമ്മൾ പറയും, നിന്നെ ഡോക്ടറാക്കണം, നിന്നെ എൻജിനീയറാക്കണം, നിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കണം. ആദ്യമായി നമ്മൾ അവരോട് പറയേണ്ടത് ഇതാണ്. എന്തിനു പഠിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം ജീവിക്കാനുള്ള അറിവ് കിട്ടണം. അതാണ് പഠനം. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളോ ക്ലാസ് മുറികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളോ മാത്രമല്ല പഠനം. പഠനം എന്നുള്ളത് നാം നമ്മെ അറിയലാണ്, നമ്മുടെ അടുത്തിരിക്കുന്നവനെ അറിയലാണ്, നമ്മുടെ ക്ലാസ്സിനെ അറിയലാണ്, നമ്മുടെ സ്കൂളിനെ അറിയലാണ്, നമ്മുടെ സമൂഹത്തെ അറിയലാണ്, ഈ പ്രകൃതിയെ തന്നെ അറിയലാണ്. അങ്ങനെ അറിയുക വഴി ജീവിക്കാനുള്ള അറിവ് സ്വായത്തമാക്കുന്നതാണ് പഠനം. എല്ലാവരും ഡോക്ടർമാരാകുന്നില്ല, എല്ലാവരും എഞ്ചിനീയർമാരാകുന്നില്ല, എല്ലാവരും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുന്നില്ല, എല്ലാവരും പോലീസുകാരനാകുന്നില്ല. ഡോക്ടറാക്കാൻ പഠിച്ചവനൊരു പക്ഷേ +2 കഴിഞ്ഞ് എൻട്രൻസ് എക്സാമിൽ ഡോക്ടറാവാനുള്ള മാർക്ക് കിട്ടിയില്ല എങ്കിൽ അയാൾ പഠനം നിർത്തുന്നില്ല. സൈക്കോളജിയുടെ അധികായനായിരുന്ന ഡോക്ടർ എബ്രഹാം മാസ്ലോ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ജീവിക്കാനുള്ള അറിവുണ്ടോ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഒരു പക്ഷേ ഒരാൾ ഡോക്ടറായേക്കാം, എഞ്ചിനീയർ ആയേക്കാം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയേക്കാം, ഒരു തൊഴിലും എടുക്കുന്ന ആളല്ലാതായേക്കാം, തൊഴിൽ നൽകുന്നവനായേക്കാം, സേവനങ്ങൾ നൽകുന്ന ആളായേക്കാം. ഒരു പക്ഷേ ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റൊന്നും ചെയ്യാതെ തന്നെ ജീവിക്കുന്നവനായേക്കാം. എന്നാൽ പോലും ഈ ജീവിതത്തിന് നമുക്ക് കൈവരിക്കേണ്ട അറിവാണ് വിദ്യാഭ്യാസം എന്ന് ആദ്യമേ അവരെ പഠിപ്പിക്കണം. അങ്ങനെ ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെയൊക്കെ ചിലർക്കൊക്കെ ഡോക്ടറാവാനും എഞ്ചിനീയർ ആകാനും ഒക്കെയുള്ള ഗോൾസ്, ലക്ഷ്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ചെറു ന്യൂനപക്ഷം ഒക്കെ അങ്ങനെ രക്ഷപ്പെട്ടു പോകും. അതല്ലാതെ എല്ലാവരോടും ഡോക്ടറാവാനും അയാളുടെ കഴിവെന്തെന്ന് തിരിച്ചറിയാതെ എല്ലാവരോടും എഞ്ചിനീയർ ആകാനുമൊക്കെ ഗുസ്തി പിടിക്കുന്നത് ഒരു പക്ഷേ ഉദ്ദേശിച്ച ഫലത്തെക്കാളേറെ വിപരീത ഫലമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ കഴിവുകളാണുള്ളത്. അതവർക്ക് ഒരു 17 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ കുട്ടിക്ക് ഭാഷയിലാണോ, ഗണിതത്തിലാണോ, അതല്ലെങ്കിൽ ശാരീരികമായുള്ള കഴിവുകളാണോ, സംഗീതപരമായ കഴിവുകളാണോ, അല്ലെങ്കിൽ വ്യക്തികളുമായി ഇടപഴകാനുള്ള കഴിവുകളാണോ എന്നൊക്കെ അപ്പോഴാണ് ഇനം തിരിയുന്നത്. ഒരു പക്ഷേ ഭാഷാബുദ്ധിയിൽ ഒരു പക്ഷേ അയാളൊരു പക്ഷേ വക്കീലാകാം,
നല്ലൊരു PR ഓഫീസറാകാം, അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരനാകാം, പ്രാസംഗികനാകാം. ഇങ്ങനെയൊക്കെ ആകാൻ പോകുന്നവനെ ചെറുപ്പത്തിൽ പിടിച്ച് നീ എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് ഗുസ്തി പിടിക്കുന്നത് ഒരു പക്ഷേ അയാളുടെ നിലവിലുള്ള കരിയറിനെ, അയാളുടെ കഴിവിനെ ഇല്ലാതാക്കാനും അയാളുടെ പാത തെറ്റിപ്പോകാനുമൊക്കെ ഒരു പക്ഷേ കാരണമായേക്കാം. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് നമുക്ക് അവളെ സഹായികളാക്കാം. അല്ലാതെ നമ്മൾക്ക് അവരുടെ നായകന്മാരാകാതെ അവരുടെ കഴിവിനെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അവരിൽ ആഗ്രഹം ജനിപ്പിക്കാം. സൂര്യൻ ചെയ്തതുപോലെ അവരിൽ ആഗ്രഹം ജനിപ്പിച്ച് അവരുടെ കഴിവുകൾ പുറത്തു വരട്ടെ. ഓക്കെ, താങ്ക് യു.